കൂടരഞ്ഞിയിലെ കൊലപാതകം വെളിപ്പെടുത്തിയതിന് പിന്നാലെ മറ്റൊരു കൊലപാതകം കൂടി നടത്തിയെന്ന് പ്രതിയുടെ മൊഴി. 1986 കൊല നടത്തിയതായി മലപ്പുറം വേങ്ങര സ്വദേശി മുഹമ്മദ് അലി വെളിപ്പെടുത്തിയിരുന്നു. ഇതിന് പിറകെയാണ് 1989 കൊല നടത്തിയതായുള്ള മൊഴി. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നു. ഷഹീദ്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും കുഴപ്പിക്കുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ, ഈ വെളിപ്പെടുത്തലുകൾ വരുന്നത്. മാത്രമല്ല, ഇത് ആരെയൊക്കെയാണ് കൊലപ്പെടുത്തിയത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസിന് നിലവിലുണ്ടോ? വിശദവിവരങ്ങൾ എന്തൊക്കെയാണ്? മോത്തി വേങ്ങര സ്വദേശിയായ മുഹമ്മദ് അലി എന്ന ആളാണ് കഴിഞ്ഞ ദിവസം 1986 സെപ്റ്റംബർ 24 കൂടരഞ്ഞിയിൽ വെച്ച് ഒരാളെ ആക്രമിക്കാൻ വന്ന ഒരാളെ തൊട്ടടുത്തുള്ള തോട്ടിലേക്ക് കാൽ ചവിട്ടി കൊലപ്പെടുത്തി എന്ന് വർഷങ്ങൾ 40-ഓളം വർഷങ്ങൾക്ക് ശേഷം പിന്നെ പോലീസിന് മൊഴി നൽകിയത്. അതിന് തൊട്ട് പിന്നാലെയാണ് മറ്റൊരു കൊലപാതകം കൂടി താൻ നടത്തിയെന്ന് ഇയാൾ മൊഴി നൽകിയതായി വിവരങ്ങൾ പുറത്തു വരുന്നത്. 1989 കോഴിക്കോട് വെള്ളയിൽ ബീച്ചിൽ വെച്ച് തന്നെയും സുഹൃത്തിനെയും പണം തട്ടിപ്പറിക്കാൻ വന്ന ഒരാളെ താൻ കൊലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഒരു മൊഴി കൂടി ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഇതിൽ കൗതുകമായ കാര്യം, ഈ രണ്ട് സംഭവങ്ങളിലും രണ്ട് മൃതദേഹങ്ങൾ ആ കാലത്ത് ഇയാൾ പറഞ്ഞ ദിവസങ്ങളിൽ 2 അജ്ഞാത മൃതദേഹങ്ങൾ ലഭിച്ചതായുള്ള പത്രവാർത്ത പോലീസിന് അന്വേഷണത്തിലും പരിശോധനയിലും ലഭ്യമായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ കൊലപ്പെടുത്തി, 2 പേരെ കൊലപ്പെടുത്തി എന്ന് പറഞ്ഞ് കൊലപാതകം നടത്തിയെന്ന് പറഞ്ഞ ആൾ രംഗത്തുണ്ട്. പക്ഷേ ആരെയാണ് കൊലപ്പെടുത്തിയെന്ന് സംബന്ധിച്ച് വിവരം ഇയാളും പറയുന്നില്ല. പോലീസിനും ഇത് സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ ലഭിച്ചിട്ടില്ല. അജ്ഞാത മൃതദേഹം ലഭിച്ചു എന്ന പത്രവാർത്ത മാത്രമാണ് പോലീസിന് മുമ്പിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ രണ്ടാമത്തെ ഈ വെളിപ്പെടുത്തലിൽ നടക്കാവ് ACPയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. ഒപ്പം തന്നെ പോലീസ് ഇയാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള മറ്റെന്തെങ്കിലും കാരണങ്ങളുണ്ടോ ഇയാൾ ഈ തരത്തിലുള്ള വെളിപ്പെടുത്തൽ നടത്തുന്നതിന്, അതായത് മാനസികമായ മറ്റ് ഏതെങ്കിലും ചികിത്സ നടത്തുന്ന ആളാണോ എന്നുള്ള കാര്യങ്ങൾ കൂടി പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ചില സൂചനകൾ പോലീസ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയും ചെയ്തിട്ടുണ്ടെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഏതായാലും വിശദമായ അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. പക്ഷേ കുഴപ്പിക്കുന്ന കാര്യം, 2 മൃതദേഹങ്ങൾ ഈ 2 ദിവസങ്ങളിൽ ഈ 2 ഡേറ്റുകളിൽ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത് കൊലപാതകം നടത്തിയതാണ്, ഞാനാണെന്ന് പറഞ്ഞ ആളും രംഗത്തുണ്ട്. പക്ഷേ ആരാണ് കൊല്ലപ്പെട്ടത് എന്ന് പോലീസിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഒപ്പം തന്നെ ഈ പത്രവാർത്തകൾ ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഇരിക്കുന്നതാവുമോ? അത്തരത്തിൽ എന്തെങ്കിലും പറയുന്നതായിരിക്കുമോ? ആ പത്രവാർത്തകൾ കണ്ടതിന് ശേഷം ആ ഒരു കൊലകൾ താനാണ് നടത്തിയത് എന്നതിലേക്ക് എത്തിയതാണോ എന്നൊന്നും അറിയില്ലല്ലോ. ഈ മാനസിക നില പരിശോധന സംബന്ധിച്ച കാര്യങ്ങളും നടക്കുന്നുണ്ടോ പോലീസിന്റെ ഭാഗത്തുനിന്ന്? മോത്തി, ആദ്യത്തെ വെളിപ്പെടുത്തൽ നടത്തിയതിന് പിന്നാലെ തന്നെ പോലീസ് ഇയാളെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഇയാളെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇയാളിപ്പോൾ ജയിലിലാണ്. പക്ഷേ രണ്ടാമത്തെ സംഭവം ഇപ്പോൾ പോലീസിന് അന്വേഷണ പരിധിയിലാണുള്ളത്. ആദ്യ സംഭവത്തിൻ്റെയും വിശദാംശങ്ങൾ പോലീസ് അന്വേഷിച്ച് വരുന്നുണ്ട്. നമുക്ക് മനസ്സിലായത്, പോലീസ് ഇയാളുടെ ബന്ധുക്കളുമായി അന്വേഷിച്ചപ്പോഴാണ് ബന്ധുക്കളിൽ നിന്നും ഈ തരത്തിൽ ഇയാൾക്ക് ചെറിയ മാനസിക പ്രശ്നങ്ങളുണ്ട് എന്നും ചികിത്സ തേടുന്നുണ്ട് എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോലീസ് ആ തരത്തിലും പരിശോധിക്കുന്നു. പക്ഷേ അത് മാത്രം വെച്ച് പോലീസിന് അങ്ങനെ തള്ളിക്കളയാൻ കഴിയുന്നതല്ല. കാരണം ഈ 2 സംഭവങ്ങൾ കൃത്യമായ ഡേറ്റും വിവരങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഇയാൾ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? മോത്തി സൂചിപ്പിച്ചതുപോലെ ഏതെങ്കിലും പത്രവാർത്തകൾ അന്നത്തെ ഡേറ്റൊക്കെ ഓർമ്മിച്ച് പറയുകയാണോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. പക്ഷേ പോലീസ് ഇത് വിട്ടുകളയുന്നില്ല. കൃത്യമായ അന്വേഷണം, സീരിയസ് ആയ അന്വേഷണത്തിലേക്ക് തന്നെ പോലീസ് പോവുകയാണ്. അതിനുള്ള നടപടികളും തുടങ്ങിക്കഴിഞ്ഞിട്ടുണ്ട്. ശരി ഷഹീദ്.